മാനുവൽ. അങ്ങനെ സ്യോജൻ ചെയ്ത ആ ഒരു തെറ്റുകളൊക്കെ അവളുടെ വായിൽ നിന്ന് തന്നെ എൻബ്യോള് കേൾക്കുകയാണ്. അവള് വേഗം തന്നെ പോലീസുകാരെ അങ്ങോട്ടേക്ക് വിളിക്കുകയാണ്. പോലീസ് വാഹനങ്ങൾ തന്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്യോജൻ പറഞ്ഞു, ഇല്ല, ഞാൻ ഒറ്റയ്ക്ക് മരിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ഇവള് പെട്ടെന്ന് സൂര്യോനെ കയറി പിടിക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരൂടി ആ ഒരു പാറക്കെട്ടിന്റെ അറ്റത്തേക്ക് ചെല്ലാണ്. പെട്ടെന്ന് സൂര്യോൻ ആ ഒരു നദിയിലേക്ക് വീഴാണ്. അവളെ അവിടേക്ക് തള്ളിയിട്ട് സ്യോജനെ പോലീസുകാർ കൊണ്ടുപോവാണ്. ലോകരാണെങ്കിൽ അലറി വിളിച്ച് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. സൂര്യോനെ ആ ഒരു നദിയില് തിരച്ച സംഘം തിരയുന്നുണ്ടെങ്കിലും അവളെ കിട്ടുന്നില്ല. 3 ദിവസമായി ഇതുവരെ സൂര്യോന്റെ ആ ഒരു ബോഡി ആ ഒരു നദിയിൽ നിന്ന് കിട്ടിയിട്ടില്ല. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഇവിടെ സ്യോജൻ ഇപ്പൊ കോർട്ടിലാണ്. അവളെ വിസ്തരിച്ചുകൊണ്ടിരിക്കുകയാണ്. യൂൻഹയുടെ ആ ഒരു മരണത്തിലും സൂര്യോന്റെ ആ ഒരു മരണത്തിനും ഉത്തരവാദി ഇവളാണല്ലോ. അപ്പൊ ഇവളാണെങ്കിൽ അൽഷിമേസ് എന്ന രീതിയിൽ ഇരിക്കുകയാണ്. എനിക്കൊന്നും ഓർമ്മയില്ല, നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നതൊക്കെയാണ് ഇവള് പറയുന്നത്. അപ്പൊ ഇവക്കെതിരെയുള്ള ആ ഒരു ഫൂട്ടേജ് ഒക്കെ ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ സ്യോജന്റെ ലോയറും ഇതെല്ലാം നിഷേധിക്കുകയാണ്. എന്റെ കക്ഷിക്ക് യാതൊരു കാര്യങ്ങളും ഓർമ്മയില്ല, ഇതൊക്കെയാണ് അവരുടെ മെഡിക്കൽ റിപ്പോർട്ട്സ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പോഴാണ് ഇവർക്കെതിരായിട്ടുള്ള ഒരു സാക്ഷി അങ്ങോട്ടേക്ക് വരുന്നത്. അത് മറ്റാരുമല്ല, എൻബ്യോളായിരുന്നു കേട്ടോ. അപ്പൊ നമ്മുടെ കോർട്ടില് ലോകനും ഹൂനും കെങ്ങും ജേനിയും ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ഇവർക്ക് അറിയാലോ എൻബ്യോൾ എന്തായാലും അവളുടെ അമ്മയ്ക്കെതിരായിട്ട് ഒരു മൊഴിയും കൊടുക്കാൻ പോകുന്നില്ല. പക്ഷെ അവരുടെ ആ ഒരു ചിന്തകളെല്ലാം തെറ്റിച്ച് എൻബ്യോൾ എല്ലാം സത്യവും പറയാണ്. എന്റെ അമ്മയ്ക്ക് ഒരു അൽഷിമേസും ഇല്ല, അതൊക്കെ ഒരു ഫേക്കാണ്, ഞാൻ കണ്ടതാണ്. സൂര്യോനെ അങ്ങോട്ടേക്ക് തള്ളിയിട്ടത് എന്റെ അമ്മയാണ്. അതുപോലെ രോനയുടെ അമ്മയും എന്റെ മുത്തച്ഛനെയും ഒക്കെ എന്റെ അമ്മ കൊല ചെയ്തത് ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതാണ്. സ്യോജനാണെങ്കിൽ ഇവൾ ആരാണ്, എനിക്കൊന്നും ഓർമ്മയില്ല എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു ജഡ്ജി ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് ഈ ഒരു കാര്യങ്ങളൊന്നും നീ നേരത്തെ പോലീസിനോട് പറഞ്ഞില്ല? അവള് പറയുന്നു, എന്റെ അമ്മ ഇതൊക്കെ ചെയ്തത് എനിക്ക് വേണ്ടിയാണ്. ഷോങ്ങ ഹൈസ്കൂളില് എനിക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയാണ് എന്റെ അമ്മ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടത്. ആ ഒരു ഫൗണ്ടേഷൻ അമ്മയ്ക്ക് കിട്ടില്ല, അതായത് അതിലൂടെ എനിക്ക് കിട്ടില്ല എന്ന ആ ഒരു ചിന്ത കൊണ്ടാണ് അന്ന് അമ്മ മുത്തശ്ശനെ കൊന്നത്. അതുപോലെ രോനയുടെ അമ്മയും അമ്മ കൊന്നത് എനിക്ക് വേണ്ടിയാണ്. ഒരിക്കലും ഞാൻ രോനയെ തോൽപ്പിക്കില്ല, എന്റെ എതിരാളിയായിട്ട് രോന എപ്പോഴും ഉണ്ടാവും എന്നുള്ള ആ ഒരു ചിന്ത കൊണ്ടാണ് അമ്മ ഇതൊക്കെ ചെയ്തത്. പക്ഷെ ഇനി ഒരിക്കലും എനിക്ക് വേണ്ടി അമ്മയ്ക്ക് ഒരു കുറ്റവും ചെയ്യേണ്ടി വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവളുടെ കഴുത്തിലുണ്ടായിരുന്ന മാലയുടെ മൂർച്ചയുള്ള ഒരു അറ്റം കൊണ്ട് ഇവളുടെ ആ ഒരു കഴുത്തില് ഇവള് മുറിക്കുന്നുണ്ട്. ചോര നല്ല രീതിയിൽ ഒഴുകുന്നുണ്ട്. ഇത് കണ്ട് സ്യോജൻ അലറി വിളിക്കുന്നുണ്ട് കേട്ടോ. എൻബ്യോള് പറയുന്നുണ്ട്, ഇനി നമ്മൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ല, ഒരിക്കലും എന്നെ കാണാൻ വരരുത്. അപ്പൊ അവിടെയുള്ള ആളുകളൊക്കെ എൻബ്യോളിനെ വേഗത്തിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഈ ഒരു കാഴ്ച കണ്ട് സ്യോജൻ അലറി വിളിക്കുകയാണ്, മോളെ എൻബ്യോളെ, നിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, എല്ലാം എന്റെ തെറ്റാണ് എന്നൊക്കെ പറഞ്ഞ് ഇവൾ അലറി വിളിക്കുന്നുണ്ട്. അങ്ങനെ ഇവളുടെ തെറ്റെല്ലാം ബോധ്യപ്പെട്ട ജഡ്ജിയാണെങ്കിൽ ഇവക്ക് ജീവപര്യന്തം തടവ് വിധിക്കുകയാണ്. അങ്ങനെ ഇപ്പം 3 വർഷങ്ങൾ കടന്നു പോയിരിക്കുന്നു. നമ്മുടെ രോന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സിംഗറായിട്ട് മാറി കേട്ടോ. ഇപ്പൊ കൊറിയയിലേക്ക് അവൾ തന്നെ ഫസ്റ്റ് കൺസേർട്ട് അവതരിപ്പിക്കാനായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു ന്യൂസ് ഒക്കെ നമ്മുടെ ലീ കാണുന്നുണ്ട് കേട്ടോ. ലീ ആണെങ്കിൽ ഇപ്പൊ ഒരു മസാജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. ഇവന് പുതിയൊരു ബിസിനസ് പ്ലാൻ ചെയ്യാൻ ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പൊ അവിടെ വന്നൊരു കസ്റ്റമറിനോട് ഇവൻ ചോദിക്കുന്നുണ്ട്, എനിക്ക് വേണ്ടി ഒരു ചെറിയ ഇൻവെസ്റ്റ്മെന്റ് നടത്താവോ, ഒരു ജസ്റ്റ് ഒരു 5 മില്യൺ വോൺ എന്നൊക്കെ പറയുന്നുണ്ട്. ഇയാൾ പോടാർന്ന് 5 മില്യൺ വോണോ എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഇയാൾ കുഴഞ്ഞു വീടാണ് കേട്ടോ. ഇവനാണെങ്കിൽ ആ കിട്ടിയ അവസരം ഞാൻ രക്ഷനെ പോലെ അവതരിക്കാം എന്നൊക്കെ പറഞ്ഞ് ഇയാൾക്ക് CPR കൊടുത്ത് വേഗം ഇയാളെ തന്നെ തോളിൽ ചുമന്ന് ഹോസ്പിറ്റലിലേക്ക് ഓടുന്നുണ്ട് കേട്ടോ. പണ്ട് നമ്മുടെ മിസ്സിസ് ക്യാങ് ഓടി പോലെ. അങ്ങനെ അവൻ അയാളെ ഹോസ്പിറ്റലിൽ എത്തിച്ച് അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഇപ്പൊ ഫാമിലി വരും, എനിക്ക് പൈസ കിട്ടും എന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തോടിരിക്കുകയാണ്. ഈ ഒരു സമയം ആ അകത്ത് കിടന്ന വ്യക്തിയുടെ ഫാമിലി മെമ്പർ വരുന്നുണ്ട് കേട്ടോ. ഇവരോട് ഒരുപാട് നന്ദി പറയുന്നുണ്ട്. ഇവനുള്ള ഗിഫ്റ്റുകൾ കൊടുക്കാണ്. അത് തുറന്നു നോക്കി ഇവനെന്തോ പണമാണ് എന്നുള്ള രീതിയിൽ തുറന്നു നോക്കുമ്പം വേറും അച്ചാറും
അതുപോലെ മധുര കിഴങ്ങളാണ്. ശരിക്കും ഇവന്റെ ആ ഒരു കസ്റ്റമർ വലിയ ചെയർമാനൊന്നും അല്ല, വെറും ഒരു കൃഷിക്കാരനാണ്. അവരുടെ കൃഷിക്കാരുടെ ഒരു യോഗത്തിന്റെ ഒരു പ്രസിഡന്റ് ആണ് അവൻ. ഇത് കേട്ട് എലിയുടെ ചങ്ക് തകർന്നു പോവാണ് കേട്ടോ. നമ്മുടെ മിസ്സിസ് ക്യാങ് ആണെങ്കിൽ ആ ഒരു ഹേയോങ് ഗ്രൂപ്പിന്റെ ചെയർമാൻ അല്ലേ, അവരുടെ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യാണ്. ഇവളിപ്പോ നല്ല റിച്ച് ആണ്. ഷോൺസോ ഡിസ്ട്രിക്റ്റില് സിംവോൺ കൺസ്ട്രക്ഷൻ, അതായത് സൂര്യോന്റെ പേരിലുണ്ടായിരുന്ന ഒരു കമ്പനിയില്ലേ, അവിടെ ഒരു വലിയ ബിൽഡിംഗ് പണിച്ചിട്ടുണ്ട് കേട്ടോ. അതിന്റെ പേരാണ് സിംവോൺ പാലസ്. അതിന്റെ ആ ഒരു പെൻ ഹൗസ് മിസ്സിസ് ക്യാങ് വാങ്ങിയിരിക്കുകയാണ്. അവളുടെ ഭർത്താവ് ഇപ്പോഴും ജയിലിലാണല്ലോ. അവളാണെങ്കിൽ അയാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഒരുപാട് ചാരിറ്റി ഒക്കെ ഇവള് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ ലീ ആണെങ്കിൽ അവൻ്റെ ഒരു ചെറിയ ബിസിനസിന്റെ ഇങ്ങനെ പ്ലാനിലാണ് കേട്ടോ. അലാസ്കയിൽ നിന്ന് ഐസ് കൊണ്ടുവന്നിട്ട് കൊറിയയിൽ വിൽക്കുക. അത് ഭയങ്കര ന്യൂട്രീഷ്യസ് ആണ്, ഭയങ്കര മിനറൽസ് ഒക്കെയാണ് അതിനകത്ത് അടങ്ങിയിരിക്കുന്നതൊക്കെയാണ് ഇവൻ ഇങ്ങനെ അതിന് പ്രൊമോഷൻ കൊടുത്തോണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതും കണ്ടോണ്ടാണ് നമ്മുടെ ലീഡ് ആയിട്ടുള്ള വൈഫ് വരുന്നത്. അപ്പൊ ഇവര് തമ്മിലുള്ള ആ ഒരു ഡൈവോഴ്സ് ഒക്കെ കഴിഞ്ഞേട്ടോ. ഇവനാണെങ്കിൽ ഇവളോട് ഇവൻ അലുമിനിയായിട്ട് കൊടുത്തേക്കുന്ന ആ ഒരു പൈസ ഉണ്ടല്ലോ, അത് തന്റെ ബിസിനസ്സിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാവോ എന്ന് ചോദിക്കുമ്പം ഇവള് ദേഷ്യപ്പെടാണ് കേട്ടോ. ഈ ഒരു സമയമാണ് അങ്ങോട്ടേക്ക് പോലീസുകാർ വരുന്നത്. ഇവന്റെ ഒരു സെക്രട്ടറി ഉണ്ടായിരുന്നല്ലോ, അവന്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ ഇവൻ തട്ടിലാക്കിയായിരുന്നു കേട്ടോ. അയാൾ കേസ് കൊടുത്ത് അതിന് ഇവനെ അറസ്റ്റ് ചെയ്യാൻ വരികയാണ്. ഈ ഒരു സമയം ഇവനാണെങ്കിൽ ആ ഒരു വൈഫിനെ കിസ് ചെയ്യുന്നു കേട്ടോ. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു എന്നൊക്കെ ഇവൻ പറയുന്നുണ്ട്. അവനെ പോലീസുകാര് അവിടുന്ന് പിടിച്ചോണ്ട് പോവാണ്. നമ്മുടെ കെങ്ങാണെങ്കിൽ ഒരു മ്യൂസിക് ടീച്ചറിന്റെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യണം. അപ്പൊ ഇവള് കുട്ടികളെ പഠിപ്പിക്കുന്നു കേട്ടോ. അപ്പൊ ഇവർക്ക് തെറ്റ് വരുമ്പം ഇവള് പറഞ്ഞു കൊടുക്കുമ്പോ ഈ കുട്ടികള് ഇവളെ കളിയാക്കുന്നുണ്ട്. നിങ്ങൾ വെറും അസിസ്റ്റന്റ് അല്ലേ, നിങ്ങൾ ജസ്റ്റ് ചുമ്മാ ഞങ്ങൾ പാടുന്നൊക്കെ ശരിയാണെന്ന് പറഞ്ഞാൽ പോലെ. അതുപോലെ ഇവളുടെ അച്ഛൻ ഒരു കൊലപാതകയായിരുന്നല്ലോ, അതിനെ പറ്റിയൊക്കെ ഈ കുട്ടികൾ ഇവളോട് ചോദിക്കുമ്പം ഇവള് പറയുന്നുണ്ട്, നിങ്ങൾ ഇതിനു പറഞ്ഞ 2 കോമ്പറ്റീഷനും ജയിച്ചത് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചോണ്ട് തന്നെയല്ലേ. പിന്നെ അതുപോലെ നിങ്ങളുടെ മാതാപിതാക്കള് എന്റെ പാസ്റ്റ് എല്ലാം എന്നിട്ടാണ് എന്നെ ഇങ്ങോട്ടേക്ക് അപ്പോയിന്റ് ചെയ്തത്. അപ്പൊ നിങ്ങൾ നന്നായിട്ട് പാട് എന്നൊക്കെ പറഞ്ഞ് ഇവരെ സപ്പോർട്ട് ചെയ്യാണ്. അതുപോലെ ഇവളാണെങ്കിൽ ഒരു ബാർബേക്യൂ ഷോപ്പിലും വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അവിടെ അവളിങ്ങനെ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു വയസ്സായ വൃദ്ധൻ പുറത്തൂടെ ഇങ്ങനെ പോകുന്നത്. അയാളാണെങ്കിൽ ഈ ഒരു ഹോട്ടലിലോട്ട് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കാണ്. ആൾക്കാരൊക്കെ ഫുഡ് കഴിക്കുന്നത്. ഇവക്ക് അയാളുടെ ദയ തോന്നി അയാളെ അകത്തേക്ക് കൊണ്ടുവന്ന് ഫുഡൊക്കെ കൊടുക്കാണ് കേട്ടോ. അപ്പൊ ഈ ഒരു ഷോപ്പുകാരൻ ഇയാളെ പറ്റി പറയുന്നത് ഇയാൾക്ക് ഒരു ഭാര്യയും ഒരു മോളും ആയിരുന്നു കേട്ടോ. അപ്പൊ ഇവർ രണ്ടുപേരും മരിച്ചുപോയി. അതിനുശേഷമാണ് അയാൾ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്. അപ്പൊ കെങ്ങാണെങ്കിൽ കുറച്ചും കൂടെ മീറ്റൊക്കെ ഇയാൾ കൊണ്ടുവന്ന് കൊടുക്കാണ്, അവരുടെ സ്വന്തം പൈസക്ക് കേട്ടോ. ഇയാളാണെങ്കിൽ ഇവളോട് ചോദിക്കുന്നു, നീ കഴിച്ചായിരുന്നോ? ഇത് കേട്ട് ഇവള് ചെറുതായിട്ട് സ്റ്റക്ക് ആവുന്നുണ്ട്. ഈ ഒരാൾക്ക് നമ്മുടെ ഡാൻറ്റയുടെ ചെറിയൊരു ചായ ഉണ്ട് കേട്ടോ. ഇവിടെ സ്യൂജിൻ ആ ഒരു ജയിലിലാണല്ലോ. അവളുടെ മുടിയൊക്കെ ഇങ്ങനെ കൊഴിയുന്നുണ്ട്. അവളാണെങ്കിൽ അവളുടെ ബാക്കിയുള്ള മുടിയൊക്കെ വെട്ടിക്കളയാണ്. ചെറിയൊരു പരോള് കിട്ടിയിട്ട് ഇവള് പുറത്തേക്ക് പോവാണ് കേട്ടോ. നമ്മുടെ എൻഡ്രോള് അവളിപ്പം ഒരു കാത്തലിക് ചർച്ചിൽ ഇങ്ങനെ പാട്ടുകാരൻ്റെ ഒക്കെ കമ്പോസർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവർ ഒരുപാട് ചാരിറ്റി പെർഫോമൻസ് ഒക്കെ നടത്തുന്നുണ്ട് കേട്ടോ. ഇവൾ അറിയാതെ സ്യോജിൻ ഇവളെ നിരീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ചർച്ചിനടുത്തായിട്ടുള്ള ഒരു ഹോട്ടലിൽ ഇവള് താമസിക്കുകയാണ് കേട്ടോ. അപ്പം ആ ഒരു ജയിലിലെ പോലീസ് ഉദ്യോഗസ്ഥ ഇവളെ വിളിച്ചിങ്ങനെ ചോദിക്കുന്നുണ്ട്, നീ സുഖാണോ, നീ നിന്റെ മകളെ കണ്ടോ, 3 വർഷം ആയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇവക്ക് മിണ്ടാൻ പറ്റുന്നില്ല കേട്ടോ. കാരണം ഇവളുടെ ശബ്ദം പോയി കഴിഞ്ഞു. ഇവക്ക് ക്യാൻസർ ആണ്. അപ്പോൾ ഒരു ജയിലിലേക്ക് ഒരു കാത്തലിക് ചർച്ചിൽ നിന്നുള്ള ചാരിറ്റി പെർഫോമൻസ് ഈ ആഴ്ച നടക്കുന്നുണ്ട്. ഒരു വിവരമൊക്കെ ഈ പോലീസുകാർ ഇവളോട് പറയുന്നുണ്ട് കേട്ടോ. ഇവളാണെങ്കിൽ അവളുടെ കയ്യിലുള്ള എൻവോളും ഇവളോട് ഒരുമിച്ചുള്ള ആ ഒരു ഫോട്ടോയിൽ നോക്കി നിൽക്കുകയാണ്. ഇവിടെ നമ്മുടെ പിങ്ക് ആണെങ്കിൽ ഒരു ടേക്ക് കെയർ ഹോം തന്നെ, അങ്ങനെ വയസ്സായിരുന്നവരെയല്ല, ചെറുതായിട്ട് മെന്റൽ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ഒരു മാനസികമായിട്ട് സന്തോഷം കിട്ടാൻ വേണ്ടി ഉള്ളൊരു ഹോമിലാണ് കേട്ടോ. അപ്പോൾ ഇപ്പം അവൾ ഓക്കെയാണ്. ഇവളാണെങ്കിൽ കുറേ ക്ലോത്ത്സും ബാഗ്സും ഒക്കെ തയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവൾ ഇതൊക്കെ അയക്കുന്നത് എൻബിയോളിന് വേണ്ടിയാണ്. പക്ഷെ ഒരിക്കലും അവളുടെ പേരിലല്ല കേട്ടോ, സ്യോജിൻ്റെ പേരിലാണ് ഇതൊക്കെ എൻബിയോളിന് അയക്കുന്നത്. കാരണം ഇവരുടെ പേരിൽ അയച്ചാൽ അത് എൻബിയോൾ ഉപയോഗിച്ചില്ലേലോ. മാത്രമല്ല ഇവളിതൊക്കെ അയക്കുന്നതെന്ന് പറഞ്ഞാൽ സ്യോജിൻ്റെയും എൻബിയോളിൻ്റെയും ഇടയിലുള്ള ആ ഒരു ദേഷ്യം ഉണ്ടല്ലോ, അതൊക്കെ മാറ്റാൻ വേണ്ടിയാണ്. കാരണം ഇവർക്ക് നന്നായി അറിയാം ഒരാളെ വെറുക്കുന്നതിൽ എത്രയധികം വേദനയുണ്ടെന്ന്. ഒരിക്കലും ഇവളിനി എൻബിയോളിനെ ശല്യമൊന്നും ചെയ്യാൻ പോകത്തില്ല കേട്ടോ. കാരണം എപ്പോഴും അവളുടെ അമ്മ സ്യോജി തന്നെ ആയിരിക്കും. പക്ഷേ
അവരുടെ ഇടയിലുള്ള ആ ഒരു വെറുപ്പ് എനിക്ക് മാറ്റണം എന്നൊക്കെ ഈ ഒരു പിങ്ക് അവിടെ ഒരു കുട്ടിയോട് പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹൂനാണെങ്കിൽ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ ഒരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാനുണ്ടോ. പെട്ടെന്ന് അവൻ കാത്തിരുന്ന ആ ഒരു വ്യക്തി വരെയാണ്, റോനയാണ് കേട്ടോ. അപ്പോൾ ഇവർ രണ്ടുപേരും അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള സിംഗേഴ്സാണ്. ഒരുപാട് കൺസേർട്ടിലൊക്കെ എബ്രോഡിലൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ഒരു ഷോപ്പിലാള് എന്താണ് കഴിക്കാൻ വേണ്ടിയെന്ന് നോക്കുമ്പോൾ ഇവള് പറയുന്നത് പാസ്തയാണ് കേട്ടോ. ഇത് കേട്ട് ചെറുതായിട്ട് ഇവനൊന്ന് ഞെട്ടുന്നുണ്ട്. അന്ന് ഷോഗ ആർട്സ് ഫെസ്റ്റിവലിൽ വെച്ച് ഇവനോട് പറഞ്ഞായിരുന്നല്ലോ ഇന്നത്തെ ഒരു പരിപാടി കഴിയുമ്പോൾ നമുക്ക് ഒരുമിച്ച് പാസ്ത കഴിക്കാൻ പോവാന്ന്. പിന്നീട് ഇവർക്കിത് പറ്റിയില്ലായിരുന്നല്ലോ. അപ്പൊ ആ ഒരു ഓർമ്മകളിലൊക്കെ ഇവരിങ്ങനെ ഇരിക്കുകയാണ്. ഇവനാണെങ്കിൽ ഓസ്ട്രിയയിലാണ്, ഇവള് ഇറ്റലിയിലാണ്. അപ്പൊ തൻ്റെ ആ ഒരു അപ്പാർട്ട്മെന്റ് കീ ഇവക്ക് കൊടുക്കുന്നുണ്ട്. ഒപ്പം ചെറിയൊരു ഗിഫ്റ്റും കൊടുക്കുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ വെട്ടത്തെ കൂട്ട് നീ അവിടെ വന്നിട്ട് എന്നെ കാണാതെ പോയാലുണ്ടല്ലോ എന്ന് ഹൂൻ പറഞ്ഞ് ചെറുതായിട്ടൊന്ന് സാഡായിട്ടൊക്കെ അഭിനയിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ സിംവോൺ ആർട്സ് ഉണ്ടല്ലോ, ഇവർ രണ്ടുപേരോടാണ് ഒരുമിച്ചൊരു പെർഫോമൻസ് അവതരിപ്പിക്കാൻ പോകുന്നത്. ഇവള് ഇതിനെ പറ്റി പറയുമ്പം ഇവനാണെങ്കിൽ ഇവളെ കിസ് ചെയ്യാണ് കേട്ടോ. അങ്ങനെ ഇന്നാണ് ആ ഒരു കൺസേർട്ട്. ഇവിടെ സിംവോൺ ആർട്സ് ഉണ്ടല്ലോ, ഒരുപാട് ആളുകളൊക്കെ വരുവാണ്. കാരണം വേൾഡ് ഫേമസ് ആയിട്ടുള്ള സിംഗേഴ്സ് അല്ലേ ഇവിടെ ഈ ഒരു പെർഫോമൻസ് അവതരിപ്പിക്കാൻ പോകുന്നത്. നമ്മുടെ റോനയാണെങ്കിൽ നല്ല സന്തോഷത്തിലാണ്. പെട്ടെന്നാണ് മിസ്സിസ് ക്യാങ്ങും അതുപോലെ ജെയിനിയൊക്കെ അങ്ങോട്ടേക്ക് വരുന്നത്. മിസ്സിസ് ക്യാങ് ആകെ ഇമോഷണലാണ് കേട്ടോ. അവളുടെ മനസ്സിലേക്ക് നമ്മുടെ സൂര്യോനെയും യൂനിയെ പറ്റിയുള്ള ഓർമ്മകളൊക്കെ വരികയാണ്. ജെയിനി പെട്ടെന്ന് തന്നെ മിസ്സിസ് ക്യാങ്ങിനെ ഇവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട്. ഈ ഒരു സമയം നമ്മുടെ ഹൂനാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ബ്ലൂ റോസസ് കാണുകയാണ് കേട്ടോ. അല്ല ഇതാണ് ഇവിടെ കൊണ്ടുവച്ചേ എന്ന് ചോദിക്കുന്ന ടൈമിൽ പെട്ടെന്ന് കെങ് അങ്ങോട്ട് കയറി വന്നിട്ട് പറയുന്നു, നമ്മുടെ അമ്മയുടെ ഏറ്റവും ഇഷ്ടമുള്ള പൂക്കളായിരുന്നില്ലേ ബ്ലൂ റോസസ്. അല്ല ശരിക്കും ഈ ഒരു പൂക്കളുടെ അർത്ഥം എന്താണ്? അപ്പൊ റോന പറയുന്നു അതിന്റെ അർത്ഥം മിറാക്കിൾ എന്നാണ്. കെങ്ങാണെങ്കിൽ ചെറിയ രീതിയിൽ ജാടയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നിങ്ങളുടെ പെർഫോമൻസ് ഒന്നും കാണത്തില്ല. ഒന്നാമത്തെ കാര്യം എനിക്ക് ടിക്കറ്റ് കിട്ടിയില്ല, പിന്നെ എനിക്ക് ഒരുപാട് ജോലിയുണ്ട്, നിങ്ങൾ അടിച്ച് പൊളിക്ക് എന്നൊക്കെ പറഞ്ഞ അവളിങ്ങനെ പോകുന്നുണ്ട് എന്ന് ചിരിച്ചോണ്ടാ പോകുന്നത് കേട്ടോ. അപ്പൊ ഹൂം പറയുന്നുണ്ട് അവൾ ചുമ്മാ ഷോ അടിച്ച് ഞാൻ ഓൾറെഡി അവൾക്ക് ടിക്കറ്റ് അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ റോനയും ഓൾറെഡി ടിക്കറ്റൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മിസ്സിസ് ക്യാങ്ങും ജെയിനിയും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോകുന്ന ടൈമിൽ അങ്ങോട്ടേക്ക് മിൻഹയ്ക്ക് വരികയാണ്. അവന്റെ മിലിറ്ററി സർവീസ് ഒക്കെ കഴിഞ്ഞ കേട്ടോ. 3 വർഷം അവൻ മിലിറ്ററിയിലായിരുന്നു. ഇത് പറഞ്ഞ് ജെയിനി ഇവനെ കളിയാക്കുന്നുണ്ട്. നിനക്കെന്താടാ 3 വർഷം സമയം എടുത്തേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇവരാണെങ്കിൽ ഇപ്പൊ ഞാൻ നല്ല ക്വാളിഫൈഡ് ആയില്ലേ, നിനക്കിനി എപ്പോ എന്നെ ഡേറ്റ് ചെയ്യാലോ എന്ന് ചോദിക്കുമ്പോൾ പോടർക്ക എന്ന് പറഞ്ഞ് ഇവളിവരെ റിജക്ട് ചെയ്യാട്ടോ. ഇവനാണെങ്കിൽ ഞാൻ നിങ്ങൾക്കായിട്ട് ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ ജെയിനി വലിയായിരുത്തി എനിക്ക് തന്നോളൂ എന്ന് പറയുമ്പം ഇവക്കത് കൊടുക്കുന്നത് മിസ്സസ് ക്യാങ്ങിന് വേണ്ടിയാണ് കേട്ടോ. ആ ഒരു ഡൈവോഴ്സിന് ശേഷം ലീഡർ വൈഫ് മിസ്സസ് ക്യാങ്ങിന്റെ കൂടാണല്ലോ. അവർക്ക് എല്ലാവിധ സപ്പോർട്ടും കൊടുത്തത് ഈ ഒരു മിസ്സസ് ക്യാങ് ആണ്. ഈ ഒരു സമയമാണ് അവന്റെ അമ്മ മിൻഹക്കിന്റെ അമ്മ അങ്ങോട്ടേക്ക് വരുന്നത്. അവർ രണ്ടുപേരും ഇങ്ങനെ ഹഗ് ചെയ്ത് നിൽക്കുകയാണ്. പെട്ടെന്നാണ് മിസ്സസ് ക്യാങ് അതുവഴി ഒരു വ്യക്തി പോകുന്നതാണ് കേട്ടോ. അവളുടെ മുഖം വളരെ പരിചയമുള്ളതായിട്ട് മിസ്സസ് ക്യാങ്ങിന് തോന്നാണ്. ഇവിടെ ഒരു ബൊക്കയായിട്ട് റോന ഒരു മുറിയിലേക്ക് ചെല്ലാണ് കേട്ടോ. അവിടെ ഒരു കസേരയിൽ ലോഗൻ ഇരിപ്പുണ്ടായിരുന്നു. എന്നെ ഒരു കൺസേർട്ടിന് ക്ഷണിച്ചതിന് നന്ദി. നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഇങ്ങനെയൊന്നും ആവില്ലായിരുന്നു. ഇപ്പൊ എന്തായാലും നിങ്ങൾ ചിരിക്കുന്നുണ്ടല്ലോ, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്നൊക്കെ പറയാണ്. അപ്പൊ ലോഗൻ പറയുന്നുണ്ട് നിന്റെ അമ്മ നിന്റെ ഒരു ഉയർച്ച കാണുമ്പം ഉറപ്പായും സന്തോഷിക്കുന്നുണ്ടാവും എന്ന് അവൻ പറയാണ്. അങ്ങനെ റോന ഇപ്പൊ ഒരു കൺസേർട്ട് ഹാളിൽ നിൽക്കാനായിട്ടോ അവളുടെ പിയാനിസ്റ്റ് ആയിട്ടാണല്ലോ പോലും ഇരിക്കുന്നത്. അപ്പൊ റോനയാണെങ്കിൽ അവിടെ നിന്ന് എല്ലാ ആളുകളോടും പറയുന്നത് ഞാൻ ഇന്ന് ഈ ഒരു സ്ഥാനത്ത് വന്നത് എനിക്ക് ഒരാളോട് ഒരുപാട് നന്ദി പറയാനുണ്ട്. ആ ഒരു വ്യക്തിയാണ് ലോഗൻ ലീ എന്ന് പറഞ്ഞ് അവളുടെ അടുത്തേക്ക് ചൂണ്ടാണ്. അവിടെ നമ്മുടെ ലോഗൻ നിപ്പോണ്ട് കേട്ടോ. എല്ലാരും അവൾക്ക് വേണ്ടി ഇങ്ങനെ കൈയടിക്കുന്നുണ്ട്. ലോഗൻ സംസാരിക്കുന്നു, എന്നെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഒരു വ്യക്തി ഉണ്ടായിരുന്നു മിൻസിയോൾ. അവൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്തത്. അപ്പം ഈ ഒരു കാണികളുടെ കൂട്ടത്തില് ഏറ്റവും പുറകിലായിട്ട് നമ്മുടെ സൂര്യോനും ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇവളെ അവിടെ ആരും കണ്ടിരുന്നില്ല. അങ്ങനെ നമ്മുടെ റോന ആ ഒരു പാട്ട് പാടാണ്. അവളുടെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആ ഒരു പാട്ട്. ഇവളിത് പാടുന്ന ടൈമിലും ഇവളുടെ മനസ്സിലേക്ക് യൂനിയെ പറ്റിയുള്ള ഓർമ്മകൾ വരുന്നുണ്ട് കേട്ടോ. അവിടെ കാണികളുടെ കൂട്ടിലാണ് എല്ലാവരും ഇമോഷണൽ ആവുന്നുണ്ട്. അങ്ങനെ അവള് പാടി നിർത്താണ്. ഈ ഒരു ടൈമില് നമ്മുടെ ലോകൻ ഇങ്ങനെ നോക്കുന്ന സമയം ഇവൻ കാണുന്നു അവിടെ ഇരിക്കുന്ന സൂര്യോനെ. സിയോജിനാണെങ്കിൽ എംബ്രിയോളുടെ അവൾ അറിയാതെ വീണ്ടും ഇങ്ങനെ നിരീക്ഷിക്കുന്നുണ്ട് കേട്ടോ.
അപ്പൊ ഇവിടെ അവർ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇവർക്കൊരു പെർഫോമൻസ് ഉണ്ട്, അത് ജയിലാണ് കേട്ടോ. അപ്പൊ സ്യോജൻ എൻബ്യോളിനെ ഇങ്ങനെ കണ്ടിട്ട് തിരികെ തൻ്റെ ആ ഒരു ഹോട്ടലിന്റെ മുകളിൽ കയറി നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ എൻബ്യോളും അവളുടെ കൂടെയുള്ള ആളുകളൊക്കെ ഇങ്ങനെ ബസ്സിലോട്ട് കയറുന്നൊക്കെ ഇവള് കാണുന്നുണ്ട്. അപ്പൊ എൻബ്യോളുടെ കൂടെയുള്ള ഒരാൾ ചോദിക്കുന്നുണ്ട്, അല്ല നീ ഇന്ന് ഒരുപാട് എക്സൈറ്റഡ് ആണല്ലോ, ഇന്നത്തെ ആ ഒരു പെർഫോമൻസിന് വേണ്ടിയാണോ, നല്ല രീതിയിൽ ഡ്രസ്സൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ എന്തൊക്കെ പറയുമ്പം ഇവള് പറയുന്നു, ഇന്നത്തെ ഒരു പെർഫോമൻസ് വളരെ സ്പെഷ്യലാണ്, ഒരു തെറ്റുപോലെ വരാൻ പാടില്ല. കാരണം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സിംഗറിന് മുമ്പിലാണ് നമ്മൾ ഇന്ന് പാടാൻ പോകുന്നത്. 3 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ അവരെ കാണാൻ പോകുന്നത്. ഇപ്പൊ ഇവള് ഉദ്ദേശിക്കുന്ന സ്യോജനാണ് കേട്ടോ. ആ ഒരു ജയിലില് സ്യോജനുണ്ടല്ലോ, അപ്പൊ തൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് ഇന്ന് അവൾ പാടാൻ പോകുന്നത്. അപ്പൊ സ്യോജനെ കാണാൻ പറ്റിയ ഒരു എക്സൈറ്റിലാണ് ഇവള് കയറുന്നിട്ടോ. പക്ഷെ അവൾ അറിയുന്നില്ല തൻ്റെ തൊട്ടടുത്ത് തന്നെ സ്യോജനുണ്ട്. സ്യോജനാണെങ്കിൽ പോയിസൺ ഗുളികൾ കഴിച്ച് അവിടെ വീഴാണ്. അവിടെ ഇങ്ങനെ അവൾ എഴുതിയ ഒരു ലെറ്ററും അതുപോലെ ഇവളും എൻബ്യോളോടുള്ള ഒരു ഫോട്ടോ ഉണ്ട്. എൻ്റെ മോൾ എൻബ്യോളെ, ഞാനിനി ഒരിക്കലും നിനക്കൊരു ഭാരമാകുകയില്ല. ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ എല്ലാം ശിക്ഷ നീയല്ലേ അനുഭവിക്കേണ്ടി വന്നേ, എന്നോട് പൊറുക്കണം മോളെ എന്നൊക്കെയായിരുന്നു അതിലിങ്ങനെ എഴുതിയിരുന്നത്. അതെ തൻ്റെ എല്ലാ തെറ്റുകളുടെ പ്രായച്ചിത്തമായിട്ട് അവൾ സ്വയം മരണമടയാണ്. ഇവിടെ ആ ഒരു കൺസേർട്ട് ഹാളിൽ നിന്നും നമ്മുടെ ലോഗനിങ്ങനെ പുറത്തേക്ക് വരികയാണ്. പെട്ടെന്ന് അവന്റെ മുമ്പിലേക്ക് ഒരു കാർ വന്ന് നിർത്തുന്നുണ്ട്. അതില് നമ്മുടെ സൂര്യോൻ ഇരിക്കുകയാണ് കേട്ടോ. അവൾ ചോദിക്കുന്നു, ലോഗൻ നീ എന്നോട് വരുന്നുണ്ടോ? അപ്പൊ നമുക്കൊന്ന് പുറകിലേക്ക് പോയാലോ? ഒരു 3 വർഷം ബാക്കിലേക്ക്. അന്ന് സൂര്യോന്റെ കൈകൊണ്ട് ഡാൻറ്റെ മരിക്കുന്നു. ദിവസങ്ങൾ കഴിഞ്ഞ് സ്യോജിന്റെ ആ ഒരു സ്ഥലത്തെത്തുന്ന സൂര്യോൻ കാണുന്നത് ചോര വാർന്നടക്കുന്ന ഹായാണ്. ഇവള് വേഗം അവന്റെ അടുത്തേക്ക് എത്തുന്നുണ്ട് കേട്ടോ. അപ്പൊ ഹായാണെങ്കിൽ ഇവന് വേണ്ടി ഒരു റിക്വസ്റ്റ് ഇവളോട് ചോദിക്കുകയാണ്, സ്യോജനെ നീ കൊല്ലരുത് പ്ലീസ്, അവൾ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ ഒരിക്കലും അവളൊരു ചെകുത്താനായിരുന്നില്ല. എന്നെ കണ്ടുമുട്ടിയതിന് ശേഷമാണ് അവൾ ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. അവൾ ചെയ്ത എല്ലാ തെറ്റിനും ഞാൻ എൻ്റെ മരണത്തിലൂടെ പ്രായശ്ചിത്തം ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ടാണ് തൻ്റെ ജീവൻ വെടിയാണ് കേട്ടോ. അങ്ങനെ അവൻ്റെ അടക്കമെല്ലാം കഴിഞ്ഞ് ലോകനും സൂര്യോനും സ്യോജനെതിരെയുള്ള ആ ഒരു പ്ലാൻ എല്ലാം കരുതി വെച്ചേക്കുന്ന ആ ഒരു ദിവസമാണിന്ന്. സൂര്യനാണെങ്കിൽ ആകെ കുറ്റബോധത്തിലാണ്. താൻ അന്ന് ആ ഒരു പ്രതികാരം ചെയ്യാൻ ആഗ്രഹിച്ചില്ലായിരുന്നെങ്കിൽ, അതിനുവേണ്ടി മുന്നിട്ട് ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ ഇത്രയും പേരെ തനിക്ക് നഷ്ടപ്പെടില്ലായിരുന്നു. യോൻഹെയും ഹായും എല്ലാവരും ഞാൻ കാരണമല്ലേ മരിച്ചത് എന്നൊക്കെ ഇവൾ ലോകനോട് പറയുമ്പോൾ അവൻ പറയുന്നു, ഇല്ല ഇതൊക്കെ വെറും നിന്റെ ചിന്തകളാണ്, നീ ചെയ്തതിൽ ഒരു തെറ്റുമില്ല, ഡാൻറ്റി അവൻ മരിക്കേണ്ടവനായിരുന്നു എന്നൊക്കെ ഇവളോട് പറയാണ്. അവൻ പറയുന്നു, ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാമെന്ന്, എവിടെ ആയാലും അത് നിന്റെ കൂടെ ആണെങ്കിൽ എനിക്ക് സ്വർഗം തന്നെയായിരിക്കും എന്ന് ഇവൻ പറയുന്നുണ്ട്. അങ്ങനെ സ്യോജനെ വിളിച്ച് ആ ഒരു യൂണിയൻ മറിച്ച സ്ഥലത്തോട്ട് കൊണ്ടുവരണമല്ലോ. അപ്പൊ അതിനുവേണ്ടി ഇവരിങ്ങനെ ഇറങ്ങാൻ നിൽക്കുന്ന ടൈമിൽ ലോകനാണെങ്കിൽ ഇവളുടെ കയ്യിലേക്ക് ഒരു ലൈഫ് ജാക്കറ്റും അതുപോലെ GPS ട്രാക്കും ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവരിപ്പോൾ പോകാൻ പോകുന്നത് ആ ഒരു ഉയർച്ചയുള്ള പാറക്കെട്ടിലേക്കാണ്. എന്തെങ്കിലും മിസ്റ്റേക്ക് വന്ന് ഇവളങ്ങോട്ടേക്ക് വീടുവാണെങ്കിൽ രക്ഷപ്പെടണമല്ലോ, അതിനുവേണ്ടി ഒരു സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഇവനിത് ഇവളെ കൊടുക്കുന്നത്. നീ ഉറപ്പായിട്ട് ഇത് അണിയണം കേട്ടോ, ഇനി എവിടെയാണെങ്കിലും നീ ഉള്ളതാണ് എനിക്ക് സന്തോഷം എന്ന് പറഞ്ഞിട്ട് ലോകനാണെങ്കിൽ ഇവളുടെ കയ്യിലേക്ക് ആ ഒരു മോതിരം ഇട്ട് കൊടുത്തിട്ട് അവിടുന്ന് പോവാണ് കേട്ടോ. പക്ഷേ സൂര്യോന് വേറെ ചില പ്ലാനുകളുണ്ടായിരുന്നു, അത് ലോകൻ അറിഞ്ഞില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ആ ഒരു നദിയിലേക്ക് ഇവളെ സ്യോജൻ തള്ളിയിട്ടതല്ല കേട്ടോ, ഇവള് തന്നെയാണ് സ്യോജനെ ആ ഒരു പാറയുടെ അറ്റത്തേക്ക് കൊണ്ടുപോയത്. എന്നിട്ട് സ്വയം കൈകൾ വിടുവിച്ച് അവൾ ആ ഒരു നദിയിലേക്ക് വീഴുമായിരുന്നു. താൻ കാരണം ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. നായികയോ യൂൻഹെ അതുപോലെ അവരുടെ കൂടെ താനും പോവാണ്. ലോകന്റെ കൂടെ ഞാൻ ഒരുപാട് സന്തോഷവതിയായിരുന്നു, ഒരിക്കലും നിന്നെ വിട്ടുപിരിയാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടില്ല, പക്ഷെ ഈ ഒരു കുറ്റബോധം കൊണ്ട് എനിക്ക് ജീവിക്കാൻ കഴിയില്ല. നീ മിൻസിയോണ്ട് വാക്കെടുത്ത പോലെ തന്നെ എന്നെ ഒരുപാട് സന്തോഷവതിയാക്കിയായിരുന്നു നീ എന്നൊക്കെ ഇവൾ ആ ഒരു മരിക്കുന്നതിന് മുമ്പ് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ തിരച്ചിൽ സംഘം ഈ ഒരു നദിയിലൊക്കെ സൂര്യോനെ തെരയുന്നുണ്ടെങ്കിലും കിട്ടുന്നില്ല. ലോകൻ ആ ഒരു GPS ഇവന്റെ കൊടുത്തായിരുന്നല്ലോ, ഇവിടെ കൊടുത്തായിരുന്നില്ല. അപ്പൊ ഇവര് ട്രാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പം ഒരു സിഗ്നലും കാണിക്കുന്നില്ല. അങ്ങനെ 3 ദിവസം കഴിഞ്ഞിട്ടും ഇവളുടെ ബോഡി കിട്ടുന്നില്ല കേട്ടോ. ഇവനാണെങ്കിൽ അവളുടെ റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ ഇവൻ അണിയിച്ചു കൊടുത്ത ആ ഒരു മാലയും റിങ്ങും ഒക്കെ അവിടെ ഇരിക്കുന്ന കാണാണ്. അതുപോലെ അവിടെ ഒരു പെട്ടി ഇരിപ്പുണ്ടായിരുന്നു.
അതില് ഇവൻ കൊടുത്ത ആ ഒരു GPS ട്രാക്കും ലൈഫ് ജാക്കറ്റൊക്കെ വെച്ചിട്ടായിരുന്നു. അതെ, അവൾ അതൊന്നും അണിഞ്ഞിരുന്നില്ല. ഇതെല്ലാം കണ്ട് അവൻ തകർന്നിരിക്കുകയാണ്. ഈ ഒരു സമയമാണ് ഫോൺ കോൾ വരുന്നത്. സൂര്യോന്റെ ബോഡി കിട്ടിയത്. അവൻ ഓടി ആ ഒരു ബോഡി എടുത്ത് ചെല്ലാണ്. അവളുടെ ഒരു മുഖത്ത് നോക്കി ഇവനാകെ കരയാണ് കേട്ടോ. യൂൻഹയും അതുപോലെ സൂര്യോനൊക്കെ മരിച്ച ആ ഒരു ക്ലിഫിൻ്റെ അടുത്ത് ഇവരുടെ ഓർമ്മയ്ക്കായിട്ട് ചെറിയൊരു സ്മാരകം പോലെ കെട്ടിട്ടുണ്ട് കേട്ടോ. അവിടെ ഇപ്പോൾ എൻബിയോളും കെങ്ങും ഹൂനും എല്ലാവരും വന്ന് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ 3 വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു കൺസേർട്ട് നടക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് പോവാല്ലേ. റോന ആ ഒരു ബൊക്കെയായിട്ട് പോയത് ലോഗന്റെ അടുത്തേക്കല്ല, ലോഗന്റെ ആ ഒരു ഫോട്ടോ അടുത്തേക്കാണ്. ആ ഒരു ഫോട്ടോയിൽ നോക്കിയാണ് ഇവിടെ സംസാരിച്ചോണ്ടിരുന്നത്. അവിടെ ഉണ്ടായിരുന്നത് ലോഗന്റെ ആത്മാവാണ്. ലോഗൻ മരിച്ചു കഴിഞ്ഞു. അവന് ബോൺ മാരോ ക്യാൻസർ ആയിരുന്നു കേട്ടോ. അപ്പൊ ഇവന്റെ ഫാമിലിയൊക്കെ ഇവന് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ ഒരുങ്ങിയെങ്കിലും ഇവൻ സമ്മതിച്ചിരുന്നില്ല. അതെ, സൂര്യോന്റെ ഒപ്പം തനിക്ക് പോണമെന്നായിരുന്നു അവന്റെ ആഗ്രഹം. ഇവിടെ ഒരു സ്റ്റേജിൽ വെച്ച് ലോഗനെ നോക്കി സംസാരിക്കുന്നുണ്ടല്ലോ, അതും ലോഗനോടായിരുന്നില്ല. അവിടെ ലോഗൻ ലീ എന്നൊക്കെ പറഞ്ഞിങ്ങനെ എഴുതി വെച്ചിട്ടായിരുന്നു. അതിലേ നോക്കിയാണ് ഇവള് സംസാരിച്ചത്. ആ ഒരു ഹോളിലുണ്ടായിരുന്നത് നമ്മുടെ ലോഗന്റെയും അതുപോലെ സൂര്യോന്റെയും ആത്മാക്കളായിരുന്നു. അപ്പൊ ഈ ഒരു കാറിലേക്ക് ലോഗൻ കീറാണ്. അതെ, അവര് പോവാണ് അവരുടേതായ ഒരു ലോകത്തേക്ക്. ഇപ്പം ലോഗനും അതുപോലെ സൂര്യോനും ഒരു ചുവന്ന ചരട് അവിടെ രണ്ടുപേരുടെയും കൈകളിൽ ഇങ്ങനെ പിടിച്ച് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് മുന്നേ അവരെ വിട്ടുപിരിഞ്ഞ ചില സുഹൃത്തുക്കളെ കാണാൻ അവരൊരുമിച്ച് ആ ഒരു സ്വർഗ ലോകത്തിലേക്ക് പോവാണ്. അപ്പൊ ഗായ്സ്, നമ്മുടെ പെൻ ഹൗസ് ഇവിടെ തീരാണ് കേട്ടോ. ഒരുപാട് ഇമോഷണൽ ആക്കിയ ഒരു സീരീസ് ആയിരുന്നു ഇത്. അപ്പം അതിൻ്റെ ഒരു അവസാനത്തിലേക്ക് എത്താണ്. സ്റ്റേ ട്യൂൺ, ബൈ.